ഇറാൻ യുദ്ധത്തിൽ നിന്ന് ഉടൻ പിന്മാറുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ആവശ്യമെങ്കിൽ തിരിച്ചുവരും. ഇറാനുമായുള്ള യുദ്ധത്തിൽ സഹായിച്ചില്ലെങ്കിൽ നാറ്റോ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നും ട്രംപ് പറഞ്ഞു. റോയിട്ടേഴ്സിനോടാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ പ്രതികരിച്ചു. മധു കൊട്ടാരക്കരയുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. മധു, വിശദാംശങ്ങൾ. ദിൽന അമൽ, അല്പം മുമ്പ് ട്രൂത്ത് സോഷ്യലിൽ കൂടിയാണ് വെടിനിർത്തലിനായിട്ട് ഇറാൻ സമീപിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ഹോർമൂസ് കടലെടുത്ത് തുറക്കാതെ ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്കും തയ്യാറല്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. അവർക്ക് വേണമെങ്കിൽ ശിലായുഗത്തിലേക്ക് പോകാമെന്നാണ് ട്രംപ് അതിന് മറുപടി കൊടുത്തത്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണവും വരുന്നുണ്ട്. അതേസമയം അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് റോയിട്ടേഴ്സുമായിട്ട് നൽകിയ അഭിമുഖത്തിൽ ഇന്ന് വൈകിട്ട് 9 മണിക്ക് ട്രംപിന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നേറ്റോ സഖ്യകക്ഷിയുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ട്രംപ് വിശദമായിട്ട് സംസാരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരാവശ്യം വന്നപ്പോൾ നേറ്റോ സഖ്യം സഹായത്തിനില്ല, അതുകൊണ്ട് തന്നെ നേറ്റോയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതിനെ പറ്റി വളരെ ഗൗരവത്തിലായിട്ട് ആലോചിക്കും. അത് അമേരിക്കൻ ജനതയുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാവി പരിപാടികൾ പങ്കുവെക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എപ്പോഴാണ് പിന്മാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, പക്ഷേ അതിവേഗം പിൻവാങ്ങൽ ഉണ്ടാകും. അത് മാത്രമല്ല, യുദ്ധ ലക്ഷ്യങ്ങൾ നേടിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് ആണവായുധത്തിലേക്ക് എത്തുവാനുള്ള ഇറാന്റെ ശേഷി പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. അത് മാത്രമല്ല, ഇനിയും വേണ്ടി വന്നാൽ സ്പോട്ട് ഹിറ്റ്സ്, അതാണ് അമേരിക്ക പൂർണ്ണമായിട്ട് സൈന്യത്തെ പിൻവലിച്ചാലും ആവശ്യമെങ്കിൽ ഭാവിയിൽ ഈ സ്പോട്ട് ഹിറ്റ്സിനായിട്ട് പദ്ധതി ഇടുന്നതായിട്ടാണ് ട്രംപിന്റെ ഈ റോയിട്ടേഴ്സുമായുള്ള അഭിമുഖത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.